മുൻപത്തെ വഖഫ് അധിനിവേശത്തിൽ CPI നിലപാട് ഇരട്ടത്താപ്പെന്ന് വിമർശനം. വഖഫ് ഭൂമി തിരിച്ചു പിടിക്കുന്നതിന് മേൽനോട്ടം വഹിക്കാൻ രൂപീകരിച്ച മന്ത്രിതല സമിതിയുടെ അധ്യക്ഷൻ CPI മന്ത്രി കെ രാജനാണ്. വിവാദ ഭൂമിയുടെ കരമടയ്ക്കാൻ അനുമതി നൽകി മുൻപത്തെ ജനങ്ങളെ വഞ്ചിച്ചതിന് നേതൃത്വം നൽകിയതും റവന്യൂ മന്ത്രിയാണ്. സമരത്തിന് പിന്തുണയുമായി എത്തുന്നവരെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തീർത്ഥാടകരെന്ന് വിളിച്ച് അവഹേളിച്ചത് വിവാദമായിരുന്നു. സംസ്ഥാന ഗവൺമെൻറ്റും അതിൻ്റെ പങ്ക് വഹിക്കുമെന്ന് ഉറപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ. ഇന്നും ഞാൻ കണ്ടിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ചില കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം മുൻപത്തെ കാര്യമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള വികാരം, എനിക്കുള്ള വികാരം, നമ്മുടെ എല്ലാ വികാരം തന്നെയാണ് അദ്ദേഹത്തിൻ്റെതുമെന്ന് ആ സംഭാഷണത്തിലും മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ സൂചിപ്പിച്ച കാര്യം ഇവിടെ ഞാൻ പറയാതിരുന്നാൽ ശരിയാവുകയില്ല എന്ന് ഞാൻ പറയുന്നു. ആ ഒരു ബോധ്യത്തെ കൂടി മൃഗപ്പിച്ചത് ഞാൻ പറയുകയാണ്. പ്രശ്നത്തിന് പരിഹാരത്തിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് വഹിക്കേണ്ട പങ്ക് ഈ സർക്കാർ വഹിക്കും. മുനമ്പം ഐക്യദാർഢ്യ യോഗത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളാണിവ. ഇനി CPI കൈവശം വെച്ചിരിക്കുന്ന റവന്യൂ വകുപ്പ് 2022 കാലത്ത് മുനമ്പം വഖഫ് വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുകൾ നോക്കാം. മുനമ്പത്തെ 404.76 ഏക്കർ ഭൂമി വഖഫ് സ്വത്താണെന്നാണ് നേരത്തെ മുതലുള്ള സർക്കാർ നയം. വഖഫ് ഭൂമി തിരിച്ചുപിടിക്കുന്നതിലെ പുരോഗതി വിലയിരുത്താൻ 2022 ജൂലൈ 20 ചേർന്ന യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് സംസ്ഥാനത്തിന്റെ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന CPI നേതാവ് കെ രാജനാണെന്നതിന് നിയമസഭാ രേഖകൾ തന്നെ തെളിവ്. വിവാദ ഭൂമി നിലവിൽ കൈവശം വെച്ചിരിക്കുന്നവർക്ക് കരമടയ്ക്കാൻ അനുമതി നൽകുന്ന വഞ്ചനാപരമായ തീരുമാനമുണ്ടായതും ഇതേ യോഗത്തിൽ തന്നെ. വഖഫ് ഭൂമിയുടെ സംരക്ഷണത്തിനായി രൂപീകരിച്ച പ്രത്യേക മന്ത്രിതല മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ നേതൃപദവി വഹിച്ചതും CPI നേതാവായ കെ രാജൻ. ഫറൂഖ് കോളേജ് വിൽപ്പന നടത്തിയ മുനമ്പത്തെ ഭൂമിയിൽ ഇപ്പോഴുള്ളത് കയ്യേറ്റക്കാരാണെന്നും അത് തിരിച്ചു പിടിക്കുമെന്നുള്ള കർശന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. ഇതിനൊപ്പം നിന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നയം മാറ്റി പറയുന്നത്. സമരത്തിന് പിന്തുണയുമായി എത്തുന്നവരെ ബിനോയ് വിശ്വം തീർത്ഥാടകരെന്ന് വിളിച്ചതും വിവാദമായിരുന്നു. മുനമ്പത്തേക്കെത്തിയ മതമേലധ്യക്ഷന്മാരെയും സാംസ്കാരിക നായകന്മാരെയുമെല്ലാം CPI സംസ്ഥാന സെക്രട്ടറി അവഹേളിച്ചെന്നാണ് വിമർശനം. ജനം, തിരുവനന്തപുരം.